ജയ് സച്ചിദാനന്ദ. നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ കൂടിയിരിക്കുന്ന പരമാത്മാവിനെ ഞാൻ ഭക്തിപൂർവം ശിരസ് നമിച്ച് നമസ്കരിക്കുന്നു. നമസ്കാരം, നമസ്കാരം. മൃത്യുവിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് നിങ്ങളോട് വേറെയും ചില കാര്യങ്ങൾ പറയാം. പെട്ടെന്നുള്ള ആവേശത്തിൽ ചിലർ ആത്മഹത്യ ചെയ്യുന്നില്ലേ? അതിനെക്കുറിച്ച് പലതും പറയാനുണ്ട്. അതിൽ പല കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം ഇന്നത്തെ കാലത്ത് ആത്മഹത്യയെക്കുറിച്ചുള്ള വാർത്തകൾ എവിടെ നോക്കിയാലും ഇന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ആത്മഹത്യയുടെ പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. ദിവസവും പത്രമെടുത്താൽ ഏതെങ്കിലും ഒരു രാജ്യത്ത്, ഏതെങ്കിലും ഒരു സ്ഥലത്ത് 4-5 പേരെങ്കിലും അവരുടെ നാടുകളിൽ വെച്ച് ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും എന്നാണ് അറിവ്. എന്തിനാണ് ഇന്ന് ഇത്രയേറെ ആത്മഹത്യകൾ ജനങ്ങൾ ചെയ്യുന്നത്? മൃത്യു അത്രയ്ക്ക് വിലയില്ലാത്തതാണോ? പറയൂ. ജീവന് തീരെ വിലമതിപ്പില്ലേ? മനുഷ്യരുടെ ജീവിതം എന്തുമാത്രം സുന്ദരവും ആനന്ദിക്കത്തക്കതുമാണ്. ആ ജീവിതത്തെ നാം ഇതുപോലെ വലിച്ചെറിഞ്ഞാൽ, അതിനെ അവസാനിപ്പിച്ചാൽ അതുകൊണ്ട് എന്തെങ്കിലും സമാധാനമുണ്ടാവുമോ? അതുകൊണ്ട് ഈ ആത്മഹത്യ ഭയങ്കര മോശമായ സംഗതിയാണ്. ജീവിതത്തിൽ ഒന്നും സഫലമാവാത്ത, ഒന്നും സഹിക്കാനാവാത്തവരാണ് എപ്പോഴും ആത്മഹത്യ ചെയ്യുന്നത്. അവരുടെ മനോധൈര്യം ക്ഷയിച്ചു പോയിരിക്കും. മാനസിക സ്ഥിതി മൊത്തത്തിൽ ഡിപ്രസ്ഡ് ആയിരിക്കും. വരാൻ പോകുന്ന ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാനുള്ള ശക്തി അവർക്കുണ്ടാവില്ല. മനസ്സ് തകർന്നു പോകുന്നു. വാസ്തവത്തിൽ വരാൻ പോകുന്ന ആപത്തുകളെ തരണം ചെയ്യുന്നതും തരണം ചെയ്യാതിരിക്കുന്നതും എല്ലാം വിധിയുടെ കേളികളാണ്. ഇത് നമ്മുടെ കയ്യിലല്ല. എന്നാൽ ഇത് സ്വന്തം കൈകളിൽ ഏറ്റെടുക്കുന്നവർ അഹങ്കാരം കാരണം പിടിവാശിയോടെ ബുദ്ധിമുട്ടുകളെ സ്വന്തം തലയിൽ കയറ്റിവെക്കുന്നു. അത് കാരണം ഡിപ്രഷൻ ഉണ്ടാവുകയും അവർ അഹങ്കാരത്തെ വിട്ടുകൊടുക്കാനാവാതെ ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്നു. ആത്മഹത്യ നമ്മുടെ ഭാരതത്തിൽ മാത്രമാണ് കൂടുതൽ എന്ന് പറയാനാവില്ല. വെസ്റ്റേൺ വേൾഡിലും ധാരാളം നടക്കുന്നുണ്ട്. ഓരോ ആത്മഹത്യയ്ക്കും കാരണം വെവ്വേറെയായിരിക്കും. വെസ്റ്റേൺ വേൾഡിൽ ആത്മഹത്യ ഡിപ്രഷൻ കൊണ്ട്, അതായത് വയസ്സായി തനിച്ചാക്കപ്പെട്ടു, അഥവാ ഒരു യുവാവോ യുവതിയോ ഈ വിവാഹത്തിന് ശേഷം ദാമ്പത്യ ബന്ധത്തിൽ വളരെയധികം ഡിപ്രഷൻ അനുഭവിക്കേണ്ടി വരുന്നു. അപ്പോൾ അവർ ആത്മഹത്യ ചെയ്യാറുണ്ട്. നമ്മുടെ രാജ്യത്താണെങ്കിൽ സ്ത്രീകളാണ് കൂടുതൽ ആത്മഹത്യ ചെയ്യാറുള്ളത്. പ്രത്യേകിച്ച് വിവാഹം കഴിച്ച സ്ത്രീകൾ ഭർതൃഗൃഹത്തിൽ ഭർത്താവിൻ്റെ പീഡനങ്ങൾ, അമ്മായിയമ്മയുടെ പീഡനങ്ങൾ, നാത്തൂൻ്റെ പീഡനങ്ങൾ, സ്ത്രീധനം, ഡൗറിക്ക് വേണ്ടിയുള്ള പീഡനങ്ങൾ, ഇങ്ങനെയുള്ള പീഡനങ്ങൾ ഈ കാലത്ത് അതിരൂക്ഷമായിരിക്കുന്നു, അതിഭയങ്കരമായിരിക്കുന്നത് കൊണ്ട് സ്ത്രീകൾക്കത് സഹിക്കാൻ കഴിയാതെ പോകുന്നു. അങ്ങനെ അവർ സ്വയം ആത്മഹത്യ ചെയ്യുന്നു. അപ്പോഴാണ് ആരെങ്കിലും ആത്മഹത്യയ്ക്ക് ഒരുങ്ങുന്നത്. ആത്മഹത്യ ചെയ്യുന്നതും എളുപ്പമുള്ള കാര്യമല്ല. നിങ്ങളോട് ആരെങ്കിലും സ്വയം നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ തന്നെ തീ കൊണ്ട് പൊള്ളിക്കണം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പൊള്ളിക്കാൻ പറ്റുമോ? ആരെങ്കിലും നിങ്ങൾക്കൊരു ബ്ലേഡ് തന്നിട്ട് നിങ്ങൾ തന്നെ സ്വന്തം കൈകൊണ്ട് വിരൽ മുറിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിരൽ മുറിക്കാനാവുമോ? എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാവും. നമ്മുടെ കൈകൊണ്ട് നാം ഒരിക്കലും കടുകളവ് പോലും നമ്മെ വേദനിപ്പിക്കാൻ തയ്യാറായിരിക്കില്ല. നമുക്കത് സഹിക്കാനാവില്ല. പിന്നെ എങ്ങനെയാണ് ഈ ജീവൻ ത്യജിക്കുന്നത്? കഴുത്തിൽ കുടുക്കിട്ടോ അല്ലെങ്കിൽ ശരീരം മുഴുവനും തീ കൊണ്ട് പൊള്ളിക്കുന്നതോ? ഒരു തീപ്പൊരി ചർമ്മത്തിൽ പെട്ടാൽ പോലും, അടുപ്പിൽ നിന്നോ അല്ലെങ്കിൽ വിളക്കിൻ്റെ തിരിയിൽ നിന്നോ പെട്ടാൽ പോലും നമുക്ക് എന്തുമാത്രം വേദനയുണ്ടാവുന്നു, അതുപോലും നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ശരീരം മുഴുവനും തീ കൊണ്ട് പൊള്ളിച്ച് ആത്മഹത്യ ചെയ്യുന്നതിന് എന്തുമാത്രം ധൈര്യമുണ്ടായിരിക്കണം? ഈ ധൈര്യം തെറ്റായ പാതയിലുള്ളതാണ്. എന്നാലും ഇതിനും ധൈര്യം ആവശ്യമാണ്. ഇതെല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്നതല്ല. നമുക്കെല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ജീവൻ എന്നത്. ഈ ലോകത്തിൽ ജീവനേക്കാൾ പ്രിയപ്പെട്ടതായി നമുക്ക് മറ്റൊന്നും തന്നെയില്ല. എന്നിട്ടും ഈ ജീവൻ അവസാനിപ്പിക്കാനായി ഒരാൾ തയ്യാറാവുകയാണെങ്കിൽ അതിന് മാത്രം എന്തായിരിക്കും അവർക്കുള്ള പ്രശ്നം? ഇതിനെക്കുറിച്ച് നാം ചിന്തിക്കണം. എന്താണതിനുള്ള കാരണം? എല്ലാ തരത്തിലുള്ള അഹങ്കാരവും സമ്പൂർണമായി മൂടപ്പെടുമ്പോൾ
അഹങ്കാരത്തിന് എവിടെയെങ്കിലും ജീവിക്കാനുള്ള പോംവഴി ഈ ലോകത്തിൽ ഒരംശം പോലും ബാക്കി ഉണ്ടാവില്ല. ആ അഹങ്കാരം കംപ്ലീറ്റായി ഇല്ലാതായതിനു ശേഷം ജീവിക്കാനുള്ള യാതൊരു പോംവഴിയും അവരുടെ പക്കൽ ഉണ്ടായിരിക്കില്ല. എല്ലാവിധത്തിലുള്ള ഉപായങ്ങളും അതോടെ നഷ്ടമാവുന്നു. തലച്ചോറ് സ്തംഭിച്ചു പോകുന്നു. അഹങ്കാരത്തിന് ജീവിക്കാനുള്ള വഴി എവിടെയും കാണാൻ കഴിയില്ല. ടോട്ടൽ 100% അഹങ്കാരം അതോടെ അവസാനിക്കുന്നു. അപ്പോഴാണ് അവർ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുന്നത്. അപ്പോഴാണത് ചെയ്യുന്നത്. അഥവാ അഹങ്കാരത്തിന് ജീവിക്കാൻ ഒരു പഴുത് എവിടെയെങ്കിലും ലഭിക്കുകയാണെങ്കിൽ അവർ ജീവിക്കാൻ തയ്യാറാവും. അവരുടെ മനസ്സ് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരും. എൻ്റെ അടുത്ത് വരുന്ന പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത്, ഞാൻ ആത്മഹത്യ ചെയ്യാനുള്ള എല്ലാ ഒരുക്കങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്, എന്നാൽ അവസാനം എനിക്കതിന് മനസ്സ് വന്നില്ല എന്ന്. എൻ്റെ മക്കൾക്ക് വേണ്ടിയും അവരുടെ മക്കൾക്ക് വേണ്ടിയും ഞാൻ കുറേ കാലം കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാറുണ്ട്. ഞാൻ മരിച്ച ശേഷം മക്കൾക്ക് ആരാണ് ഉണ്ടാവുക എന്ന് പറയാറുണ്ട്. ഈ അടുത്ത് മുംബൈയിലായിരുന്നപ്പോൾ എൻ്റെ അടുത്ത് 2 പെൺകുട്ടികൾ വന്നിരുന്നു. 2 പേരും ചെറുപ്പക്കാരികളായിരുന്നു. അവർക്ക് ഏകദേശം 16-17 വയസ്സ് പ്രായമുണ്ടായിരിക്കും. അവർക്ക് ഒരു പ്രശ്നമുണ്ടായിരുന്നു. ആ 2 പെൺകുട്ടികളും ഉറ്റ തോഴികളായിരുന്നു. 2 പേരുടെയും പ്രശ്നം സിമിലർ ആയിരുന്നു. 2 പേർക്കും ഭർതൃഗൃഹത്തിൽ നിന്ന് കഴുത്ത് പിടിച്ച് 2 പേരെയും പുറത്തു തള്ളിയതാണ്. ഒരുപാട് പീഡിപ്പിച്ചു. 4 വർഷം ഭർതൃഗൃഹത്തിൽ ജീവിച്ച ശേഷം 2 പേരെയും ഭർതൃഗൃഹത്തിൽ നിന്ന് പുറത്താക്കിയതാണ്. ഒരു പെണ്ണ് ജീവിതത്തിൽ 2 പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നതാണ്. പക്ഷേ രക്ഷപ്പെട്ടു. പിന്നീട് ഭർതൃഗൃഹത്തിലുള്ളവർ ഭയപ്പെട്ടു. ഇതിനുശേഷം ഇവിടെ ജീവിച്ചാൽ ഭ്രാന്ത് പിടിച്ചു പോകുമെന്ന് തോന്നി. ഇപ്പോഴേ പകുതി ഭ്രാന്തിയായി, ഇനി മുഴുഭ്രാന്തിയാവാൻ സാധ്യതയുണ്ട്. മുഴുഭ്രാന്തിയാവുന്നതിന് മുൻപ് കുറച്ച് ദിവസത്തേക്കെങ്കിലും എൻ്റെ വീട്ടിൽ പോയി ഇരിക്കുന്നതാണ് നല്ലത് എന്ന് തോന്നി. എന്നാലേ എൻ്റെ മനസ്സിന് അല്പം സ്ഥിരതയുണ്ടാവൂ, സ്റ്റേബിളായിരിക്കും. അങ്ങനെ അവർ തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് അമ്മയുടെ വീട്ടിലേക്ക് വന്നു. TV-യിൽ എൻ്റെ പ്രോഗ്രാം കണ്ടതുകൊണ്ട് അവർ എൻ്റെ അടുത്തേക്ക് വന്നു. വളരെയധികം ദുഃഖിതയായിരുന്നു. അവൾ പറഞ്ഞു, എങ്ങനെയാണ് ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ ഇനി എന്നെ താമസിപ്പിച്ചാലും എത്ര കാലത്തേക്കാണത്? സഹോദരനുണ്ട്, മാതാപിതാക്കളുണ്ട്. അമ്മ പാവം കരഞ്ഞുകൊണ്ടേയിരുന്നു. ഞാൻ എന്ത് ചെയ്യാനാ? എൻ്റെ മകൾ ഭർതൃഗൃഹത്തിൽ നിന്ന് തിരിച്ചു വന്നിരിക്കുന്നു. ഇനി 2 പെൺമക്കൾ വിവാഹം കഴിക്കാൻ ബാക്കി നിൽക്കുന്നു. മകൻ സ്വന്തം ഇഷ്ടപ്രകാരം ലവ് മാരേജ് ചെയ്തിരിക്കുന്നു. മരുമകൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെയുണ്ട്. മുംബൈ പോലൊരു നഗരത്തിൽ എല്ലാം വളരെ ചെറിയ വീടുകളായിരിക്കും, 2 മുറികളുള്ള വീടുകളായിരിക്കും. ഞങ്ങൾക്ക് തന്നെ താമസിക്കാൻ സ്ഥലം പോരാ. അപ്പോഴാണ് മൂത്ത മകൾ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലേക്ക് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. മകൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നതോടെ എൻ്റെ മരുമകൾ ഞങ്ങളോട് വഴക്കിട്ട് തമ്മിൽ തെറ്റി അവളുടെ അമ്മയുടെ വീട്ടിലേക്ക് തിരിച്ചുപോയി. അവൾ പറഞ്ഞു, ഇവൾ ഭർതൃഗൃഹത്തിലേക്ക് പോയി കഴിഞ്ഞേ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരികയുള്ളൂ എന്ന്. അല്ലെങ്കിൽ എന്നെ വേറൊരു വീട്ടിലേക്ക് പോകാൻ അനുവദിക്ക്, അപ്പോഴേ ഞാൻ വരൂ. ഇങ്ങനെ എല്ലാവരും കൂടി തിങ്ങി വിങ്ങി ഒരു വീട്ടിൽ താമസിക്കാൻ എനിക്കിഷ്ടമല്ല. മകളുടെ കുടുംബജീവിതവും തകരാറിലായി, മകൻ്റെ കുടുംബജീവിതവും തകരാറിലായി. ആ അമ്മയുടെ സ്ഥിതി എന്തായിരിക്കും? അവർ കരഞ്ഞുകൊണ്ടേയിരുന്നു. ഞാനിനി എന്ത് ചെയ്യും? ആരെയാണ് സംരക്ഷിക്കുക? മകൾ വളരെ പ്രശ്നങ്ങൾ അനുഭവിച്ച് 2 പ്രാവശ്യം ആത്മഹത്യാശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടാണ് വന്നിരിക്കുന്നത്. അവളെ സംരക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണ്. ഭർതൃഗൃഹത്തിലേക്ക് തിരിച്ചായാൽ അവൾ വീണ്ടും 3ാമതൊരു തവണയും കൂടി ആത്മഹത്യാശ്രമം നടത്തിയാൽ എൻ്റെ മകളെ എനിക്ക് നഷ്ടപ്പെടാൻ ഇടയാവും എന്ന് പറഞ്ഞു. ഞാൻ അവളോട് ചോദിച്ചു, അവിടെ എന്താണ് സംഭവിച്ചത്? എന്തിനാണ് നീ അവിടെ നിന്ന് നിന്റെ വീട്ടിലേക്ക് തിരിച്ചു വരാനിടയായത്? അവൾ പറഞ്ഞു, ആ വീട്ടിൽ എൻ്റെ ഭർത്തൃ സഹോദരനാണ് അധികാരം നടത്തുന്നത്. ഭയങ്കരമായി ദ്രോഹിക്കും, ഭയങ്കരമായി വേദനിപ്പിക്കും. വീട്ടിൽ കയറി വന്നാൽ ഉടനെ തോന്നിയതൊക്കെ വിളിച്ചു പറയും. ഏറ്റവും ആദ്യം എന്നെയാണ് വഴക്ക് പറയാറ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒന്നും പറയില്ല, വീട്ടിലുള്ള മറ്റാരെയും ഒന്നും പറയില്ല. എല്ലാറ്റിനും എന്നെ കുറ്റം പറയും. വീട്ടിൽ എന്തെങ്കിലും നല്ലത് നടന്നാൽ അത് വിട്ടുകളയും. പക്ഷേ എന്തെങ്കിലും ദോഷം സംഭവിച്ചാൽ എല്ലാറ്റിനും എന്നെ കാരണമാക്കും. എല്ലാ ബ്ലെയിമും എൻ്റെ തലയിൽ വീഴും. പക്ഷേ എനിക്കതിലൊന്നും ഒരു പങ്കുമില്ല. ഞാൻ പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങും. എൻ്റെ അമ്മായിയമ്മയും അമ്മായിയച്ഛനും എല്ലാം എന്നെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കാറുണ്ട്. എല്ലാം സഹിക്കും. എൻ്റെ ഭർത്താവ് വീട്ടിൽ വന്നാൽ ഉടനെ എല്ലാവരും ചേർന്ന് അദ്ദേഹത്തോട് എന്നെപ്പറ്റി കുറ്റം പറയും. അദ്ദേഹവും ഉടനെ എന്നെ കുറ്റം പറയും. അതല്ലാതെ ഞങ്ങൾക്ക് 2ആൾക്കും വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പക്ഷേ എൻ്റെ ഭർത്താവ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ എന്തു പറഞ്ഞാലും അതുപോലെയേ പ്രവർത്തിക്കാറുള്ളൂ. ജ്യേഷ്ഠൻ എന്തു പറയുന്നു അതാണ് അദ്ദേഹത്തിന് പ്രധാനം. ഞാനിനി എന്തു ചെയ്യും?
എനിക്ക് ഭയങ്കര മനോവേദനയുണ്ടായി. സമ്മർദ്ദം കൂടിയപ്പോഴാണ് ഞാൻ 1-2 പ്രാവശ്യം ആത്മഹത്യാശ്രമം നടത്തിയത്. എനിക്കിനി സഹിക്കാനാവില്ലെന്ന് തോന്നിയപ്പോഴാണ് അമ്മയുടെ അടുത്തേക്ക് തിരിച്ചു വന്നത്. ആരും എന്നെ ഭർതൃഗൃഹത്തിലേക്ക് വിളിക്കുന്നുമില്ല. അമ്മ പറഞ്ഞു, ഇനി നീ തിരിച്ചു പോവേണ്ട എന്ന്. ഞാൻ എന്ത് ചെയ്യും? എൻ്റെ അടുത്ത് പണമില്ല, മാതാപിതാക്കൾക്കും പണമില്ല, ഏട്ടനും പ്രശ്നമാണ്. ഞാൻ കാരണം ഏടത്തിയമ്മയും വീട്ടിലേക്ക് പോയി. ഞാൻ ഇനി എവിടെയാണ് ജീവിക്കുക? പെൺകുട്ടി വിദ്യാസമ്പന്നയാണ്. ഞാൻ അവളോട് പറഞ്ഞു, നീ പഠിച്ച അറിവുള്ളവളല്ലേ, പിന്നെന്തിനാണ് നീ പേടിക്കുന്നത്? സ്വന്തം കാലിൽ നിൽക്ക്, എന്നിട്ട് ജോലി അന്വേഷിക്ക്. തീർച്ചയായും കിട്ടും. ധൈര്യമുണ്ടെങ്കിൽ വിധിയെയും വെല്ലാൻ സാധിക്കും. അവളുടെ കൂടെ കൂട്ടുകാരിയും വന്നിരുന്നു. അവൾക്കും അതേ പ്രശ്നം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അവളുടെ അമ്മായിയമ്മ ഭയങ്കര വഴക്കാളിയായിരുന്നു. എപ്പോഴും അവളെ അടിച്ചുകൊണ്ടിരിക്കുമെന്ന്, ഇടയ്ക്കിടയ്ക്ക് മുടിക്ക് പിടിച്ച് പുറത്തേക്ക് തള്ളിവിടാറുണ്ട് എന്ന് പറഞ്ഞു. രാത്രി മുഴുവനും അവൾ മുറ്റത്തിരുന്നു കൊണ്ട് കരയുമായിരുന്നു എന്ന്. നേരം പുലരുമ്പോൾ വീടിനകത്ത് കയറി വരും. എന്ത് ചെയ്യാനാ? വേറെ എങ്ങോട്ടാണ് പോവുക? എന്ത് ചെയ്യും ഞാൻ? അമ്മയുടെ വീട്ടിലേക്ക് തിരിച്ചു പോയാൽ അവർ അവിടെ താമസിക്കാൻ അനുവദിക്കില്ല. സഹോദരനും ഏടത്തിയമ്മയും തോന്നിയതൊക്കെ പറയും. അമ്മയ്ക്കും അച്ഛനും മകനോട് എന്തെങ്കിലും പറയാൻ സാധിക്കുമോ? അങ്ങനെ ഒരു ദിവസം അമ്മായിയമ്മ വളരെയധികം മർദ്ദിച്ചു. അപ്പോൾ അയൽപക്കത്ത് താമസിക്കുന്നവരാണ് അവളെ അമ്മയുടെ അടുക്കലേക്ക് കൊണ്ടുവന്ന് വിട്ടത്. കുഞ്ഞിനെയും എടുത്തുകൊണ്ടാണ് അവൾ വന്നത്. അല്ലാതെ ഇനി എന്ത് ചെയ്യാനാ? ഇനി ഭർതൃഗൃഹത്തിലേക്ക് വിളിക്കില്ല. എന്നേക്കുമായി ആ വീടെനിക്ക് കൊട്ടിയടച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ കൂട്ടുകാരികൾ 2 പേരും പഠിച്ചിട്ടുണ്ടല്ലോ, ധൈര്യത്തോടെ മുന്നോട്ട് പോവൂ, എന്നിട്ട് സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്ക്. ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോവാൻ ഇഷ്ടമല്ലെങ്കിൽ ഡൈവേഴ്സിന് അപ്ലൈ ചെയ്യ്. സ്നേഹത്തോടെ തിരിച്ചു വിളിച്ചാൽ വളരെ നല്ലത് തന്നെയാണ്. ഒരുപക്ഷെ തിരിച്ചു വിളിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇവരുടെ കൂടെയൊന്നും താമസിക്കാൻ സൗകര്യമില്ലെങ്കിൽ 2 കൂട്ടുകാരികളും കൂടി ഒരു ചെറിയ വീട് വാടകയ്ക്ക് എടുത്ത് ജോലിയെടുത്ത് സമ്പാദിക്ക്. 2 പേരും കൂട്ടുകാരികളല്ലേ? സഹോദരിമാരെ പോലെ ഒരുമിച്ച് ജീവിക്കൂ, എന്നിട്ട് ബാക്കി ജീവിതം പൂർത്തിയാക്കൂ. നിങ്ങൾ 2 പേരും അവരവരുടെ മക്കളെ നല്ല സംസ്കാരത്തോടെ വളർത്തി അവരെ നന്നായി പഠിപ്പിക്കൂ. 2 പേരും ബ്രദർ ആൻഡ് സിസ്റ്റർ എന്ന ബന്ധം സ്ഥാപിക്കാനാവും. ജീവിതം ജീവിക്കാൻ ഏതെങ്കിലും ഒരു മാർഗം കിട്ടാതെ പോവില്ല. എന്നാൽ മറന്നുപോയിട്ടെങ്കിലും ആത്മഹത്യ ചെയ്യാൻ തുനിയരുത്. ആത്മഹത്യ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ദുഃഖങ്ങൾക്ക് അവസാനമുണ്ടാവാൻ പോവുന്നില്ല. നിങ്ങളുടെ 2 മക്കളുടെ ഗതി എന്താവും? അതുമാത്രമല്ല, ആത്മഹത്യയ്ക്ക് ശേഷം ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ജ്ഞാനികൾ പറഞ്ഞിട്ടുണ്ട്, ദാദാ ഭഗവാനും പറഞ്ഞിട്ടുണ്ട്, ഞാനും പറയുകയാണ്, ഒരു പ്രാവശ്യം ആത്മഹത്യ ചെയ്തു പോയാൽ 7 ജന്മം വരെ നിങ്ങൾക്ക് ആത്മഹത്യ നിങ്ങളെ പിന്തുടർന്ന് ലോകത്തിൽ ത്രാഹിമാം എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ? ഇപ്പോൾ കിട്ടിയ ജന്മത്തിൽ ധൈര്യത്തോടെ പ്രവർത്തിക്കുക, അതിനെ ഫേസ് ചെയ്ത് ഒരു വഴി കണ്ടുപിടിക്കുക. മരിക്കാൻ പാടില്ല. 2 പേർക്കും ധൈര്യമുണ്ടായി. 2 പെൺകുട്ടികളും എൻ്റെ അടുത്ത് നിന്ന് ജ്ഞാനദീക്ഷ വാങ്ങിച്ചു. എന്നിട്ട് വളരെ ധൈര്യത്തോടെ പറഞ്ഞു, ഞങ്ങൾ ഇനി സ്വന്തം കാലിൽ നിൽക്കും, എന്നിട്ട് ജീവിക്കാൻ ഒരു വഴി കണ്ടുപിടിക്കും എന്ന്. ഇങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടതാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആത്മഹത്യാശ്രമം നടത്തുന്ന സ്ത്രീകളോട് പറയാറുണ്ട്, ഇങ്ങനെയുള്ള സ്ത്രീകൾ ധാരാളമുണ്ട്. ഭർതൃഗൃഹത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളപ്പെടുന്ന സ്ത്രീകൾ എല്ലാവരും കൂടി സംഘടിക്കുകയാണെങ്കിൽ, ഇങ്ങനെയുള്ള സ്ത്രീകളെല്ലാം ഒരുമിച്ച് ചേരുകയാണെങ്കിൽ, എന്നിട്ട് എന്തെങ്കിലും ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ, ആശ്രമം തുടങ്ങിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് സ്വന്തം കാലിൽ നിന്നുകൊണ്ട് നിങ്ങളെ സ്വയം സംരക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. ഭർത്താവ് ജീവനാംശം തരികയാണെങ്കിൽ നല്ലത്, തന്നില്ലെങ്കിലും സ്വയം ജോലി ചെയ്ത് നിങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങൾ പഠിക്കുക. പകരം ആത്മഹത്യ ചെയ്ത് ഈ ജീവിതത്തെ അവസാനിപ്പിക്കുന്നത് കൊണ്ട് യാതൊരു നന്മയുമില്ല. നിങ്ങൾ സ്വയം പാപം തലയിലെടുത്ത് വയ്ക്കുകയാണ്. 7 ജന്മങ്ങളോളം അധോഗതി പ്രാപിക്കുന്നതായിരിക്കും, മോക്ഷവും കിട്ടില്ല. പിന്നെന്താണ് ഇതുകൊണ്ട് പ്രയോജനം? അതുകൊണ്ട് ഇങ്ങനെയുള്ള ചിന്തയിൽ കുടുങ്ങാതിരിക്കുക. ഈ ജന്മം ജീവിച്ചു തീർക്കുക. മറ്റൊരു വഴിയും കിട്ടിയില്ലെങ്കിൽ സ്വയം സംരക്ഷിച്ച് ലോകത്തിന് സേവ ചെയ്യാനായി ഒരുങ്ങി പുറപ്പെടുക. തീർച്ചയായും ഒരു വഴി കണ്ടെത്താതിരിക്കില്ല. തീർച്ചയായും ലഭിക്കും. ഇങ്ങനെ വരുന്ന പെൺകുട്ടികൾക്കെല്ലാം ഞാൻ വളരെ ധൈര്യം നൽകാറുണ്ട്. ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വരാറുണ്ടായിരുന്നു. അവളുടെ വിവാഹം കഴിഞ്ഞതാണ്. വളരെ ഭയഭക്തിയുള്ള ധാർമ്മിക ചിന്തയുള്ള കുടുംബത്തിലാണ് വളർന്നത്. പെൺകുട്ടിയും ആധ്യാത്മിക ജീവിതത്തിൽ വളരെ ആഴത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. വിവാഹം കഴിച്ച് വളരെ അകലെയുള്ള ഒരിടത്തേക്ക് പോയി. അവളെ സംബന്ധിച്ച് എല്ലാം പുതിയതായിരുന്നു. അഡ്ജസ്റ്റ് ചെയ്യാൻ അവൾക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. അവളുടെ അമ്മായിയമ്മ ഒരു വലിയ യജമാനത്തിയെ പോലെ പെരുമാറി.
അവർ ഒരു പണിയും എടുക്കാതെ കുത്തിയിരുന്ന് എല്ലാ ജോലിയും മരുമകളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ചുരുക്കത്തിൽ ഒരു വേലക്കാരിയെ പോലെ ആ പെൺകുട്ടി ദിവസം മുഴുവനും ജോലി ചെയ്യുമായിരുന്നു. എന്നാലും അമ്മായിയമ്മ അവളെ വഴക്ക് പറയും, കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. മകൻ വന്നു കയറിയാൽ ഉടനെ തന്നെ മരുമകളെപ്പറ്റി കള്ളത്തരങ്ങൾ പറഞ്ഞു പിടിപ്പിക്കും. ആ കള്ളത്തരങ്ങൾ കേട്ട് മകൻ ഭാര്യയോട് കലി തുള്ളിക്കൊണ്ടേയിരുന്നു. ഈ പെൺകുട്ടി വളരെയധികം ദുഃഖിച്ചു. അവൾക്കൊരു കുഞ്ഞുമുണ്ടായിരുന്നു. എന്നാൽ അവളുടെ ദുഃഖത്തിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് അവളുടെ ഭർത്താവ് ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു. ദിവസവും ഭക്ഷണം കഴിക്കാൻ വരുമ്പോഴേക്കും മേശപ്പുറത്തെല്ലാം റെഡിയാക്കി അവിടെ വെച്ചിരിക്കണം. ഒരു സാധനമെങ്കിലും മേശപ്പുറത്ത് വെക്കാൻ മറന്നാൽ ഭയങ്കര ദേഷ്യം വരും. ഒന്നും കഴിക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റും പോവും. ഒരിക്കൽ എന്താണുണ്ടായതെന്ന് വെച്ചാൽ, അയാൾ ഭക്ഷണം കഴിക്കാൻ വന്നു. ഭാര്യ മേശപ്പുറത്ത് കഴിക്കാനുള്ള പദാർത്ഥങ്ങളെല്ലാം വെച്ചിരുന്നു. പക്ഷേ ചോറ് കൊണ്ടുവന്ന് വെക്കാൻ മറന്നു. കാരണം അവൾ കരുതി ചോറ് കുക്കറിലല്ലേ, പിന്നീട് ചൂടോടെ കൊടുക്കാം എന്നവൾ മനസ്സിൽ കരുതി. ചോറ് കുക്കറിൽ വെച്ചിരുന്നു. ഇയാൾ ചപ്പാത്തി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോന്നോരോന്നായി അയാൾ തിന്നുകൊണ്ടിരുന്നു. ഇയാൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ഭാര്യയ്ക്ക് മനസ്സിലായില്ല. എന്തിനാണ് ഇയാൾ ചപ്പാത്തി തിന്നുകൊണ്ടിരിക്കുന്നത്? ഒരുപക്ഷെ വെറും ചപ്പാത്തി മതിയായിരിക്കും. ചോറുണ്ടെന്നുള്ള കാര്യം മറന്നുപോയി കാണും. പിന്നീട് അവൾ കരുതി എന്തായാലും ശരി, ചോറ് കൊണ്ടുവന്ന് വെക്കാം. അങ്ങനെ അവൾ ചോറ് മേശപ്പുറത്തെടുത്തുകൊണ്ടുവന്ന് വെച്ചു. ചോറ് കണ്ട ഉടനെ അവളുടെ ഭർത്താവിന് ദേഷ്യം സഹിച്ചില്ല. അയാൾ ചാടി എഴുന്നേറ്റ് മുഖത്താഞ്ഞടിച്ചു. അയാൾ കലിതുള്ളി. നിനക്കറിയില്ലേ, ഞാൻ ആഹാരം കഴിക്കാനിരുന്നാൽ മേശപ്പുറത്തെല്ലാം എടുത്ത് റെഡിയാക്കി വെക്കണമെന്ന്? ഇത്രയും കാലം എൻ്റെ കൂടെ ജീവിച്ചിട്ടും നിനക്കിനിയും എൻ്റെ ചിട്ടകളൊന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലേ? നിന്റെ മരമണ്ടയിൽ കളിമണ്ണാണോ? ചിന്തിക്കാൻ പോലും കഴിയില്ലേ നിനക്ക്? എന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞു. മർദ്ദിക്കുകയും ചെയ്തു. അതിൻ്റെ പരിണാമം എന്തായെന്ന് വെച്ചാൽ, അയാളുടെ ഉള്ളിൽ അഹങ്കാരം അലയടിച്ചുകൊണ്ടിരുന്നു. അയാളുടെ ഉള്ളിൽ അഹങ്കാരം തിളച്ച് മറിഞ്ഞുകൊണ്ടിരുന്നു. അത് കാരണം അയാൾ അവളെ വല്ലാതെ ദ്രോഹിക്കുകയും അടിക്കുകയും ചെയ്തു. ഭാര്യയ്ക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ കരുതി ദിവസവും എല്ലാം കൃത്യമായി ചെയ്യുന്നതല്ലേ, ഒരു ദിവസം തെറ്റുപറ്റിയെന്ന് കരുതി എന്താവാനാ, ചോദിച്ചു വാങ്ങിയാൽ പോരായിരുന്നോ എന്ന്. അയാളുടെ അഹങ്കാരം സമ്മതിച്ചില്ല. അവൾ എന്താണ്, പെയ്ഡ് സെർവൻ്റാണോ, വീട്ടു വേലക്കാരിയാണോ? അവളോട് അധികാരം കാണിക്കാൻ അയാൾക്കുള്ള അവകാശം പോലെ അവൾക്കും അവിടെ അവകാശമുണ്ട്. എല്ലാ മർദ്ദനവും കഴിഞ്ഞ ശേഷം അവളുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു. അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ ഉടനെ ചെന്ന് ടിക് 20 എടുത്തു കുടിച്ചു. സന്ദർഭവശാൽ എന്താണുണ്ടായതെന്നാൽ, ടിക് 20 കെറസിനിൽ മിക്സ് ചെയ്തിരുന്നു. ബോട്ടിലിൽ മിക്സ് ചെയ്ത് നിറച്ചു വെച്ചിരുന്നു. അവൾ അത് ഒരൊറ്റ ശ്വാസത്തിൽ കുടിച്ചു തീർത്തു. അത് ഡൈല്യൂട്ട് ചെയ്ത് വെച്ചതായിരുന്നു. ബോധം കെട്ട് വീണു. പക്ഷേ ഡൈല്യൂട്ടായിരുന്നത് കാരണം അവൾ രക്ഷപ്പെട്ടു, മരിച്ചുപോയില്ല. എല്ലാവരും വിവരമറിഞ്ഞു. ഉടനെ അവളുടെ ഭർത്താവ് കടയിൽ നിന്ന് വന്നു. അയാൾ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. എല്ലാ ട്രീറ്റ്മെൻറ്റ്സും മുറപ്രകാരം നൽകി. വീണ്ടും അവളുടെ ജീവൻ തിരിച്ചു കൊണ്ടുവന്നു. പാവം രക്ഷപ്പെട്ടു. പക്ഷേ അവളുടെ ശരീരത്തിലും ലിവറിലും അവളുടെ തൊണ്ടയിലും അവളുടെ കണ്ണിലും അവളുടെ കുടലിലും മറ്റും ഏർപ്പെട്ട ബാധിപ്പ് മുഴുവനായി സുഖമാക്കാൻ സാധിച്ചില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? ഒരല്പം സഹനശക്തി ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ. അവൾക്ക് ബാധിപ്പുണ്ടായെങ്കിലും മറ്റൊരു ഗുണവുമുണ്ടായി. അവളുടെ ഭർത്താവ് അതോടെ വളരെ ശാന്തനായി. പിന്നീട് അയാൾ ഒച്ച വെച്ച് അവളോട് സംസാരിക്കുന്നതും വഴക്ക് പറയുന്നതും എല്ലാം ഉപേക്ഷിച്ചു. വളരെ ശാന്തനായി. എന്നാൽ ചിലപ്പോഴൊക്കെ അവളോട് പറയുമായിരുന്നു, നിനക്കെന്താ, നീ ടിക് 20 കഴിച്ചു കിടന്ന് എനിക്ക് എന്തുമാത്രം പണം ചിലവാക്കേണ്ടി വന്നു. ആസ്പത്രിയിൽ ചേർക്കാനും പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാനും ഒക്കെ കൂടി മൊത്തം എനിക്ക് ഏകദേശം ഒരു 50,000 രൂപ ചിലവായിട്ടുണ്ട്. അതുമാത്രമല്ല, പിന്നീട് ഭാര്യയുടെ മനസ്സ് സന്തോഷിപ്പിക്കാൻ വേണ്ടി, ഭാര്യയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി സിംഗപ്പൂരിലേക്കും മറ്റും ടൂറിനും കൊണ്ടുപോകേണ്ടി വന്നു. ആദ്യം അവളെ വഴക്ക് പറഞ്ഞു, അവളെ ദേഹോപദ്രവം ഏൽപ്പിച്ചു. പിന്നീട് അവളെ സന്തോഷിപ്പിക്കാനായി സിംഗപ്പൂരിലേക്കും മറ്റും കൊണ്ടുപോയി. എന്നാൽ ഇന്നും അവളുടെ അമ്മായിയമ്മ പഴയതുപോലെ തന്നെയാണ്. അവൾ എവിടെ പോയാലും അവരുടെ സമ്മതത്തോടെ പോവാനാവൂ. പോവരുതെന്ന് പറഞ്ഞാൽ അവൾക്ക് പോവാനാവില്ല. അത്രയും സ്ട്രിക്റ്റാണ് അവർ. പാവം, അവൾ എന്ത് ചെയ്യാനാ? അവൾക്കാണെങ്കിൽ ആരുമില്ല.
എന്നെ കാണാൻ ഒരു സ്ത്രീ വന്നിരുന്നു. 15 ദിവസങ്ങൾ മുൻപായിരുന്നു. അവരുടെ മകൾക്ക് 17 വയസ്സുണ്ടാവും. അവരുടെ ഭർത്താവും അമ്മായിയമ്മയും ഭയങ്കര ദേഷ്യക്കാരാണ്. ഭയങ്കരമായി ഭർത്താവിന് എപ്പോഴും ദേഷ്യം വരും. എപ്പോൾ നോക്കിയാലും വഴക്ക് പറയും. പ്രായമായ മകൾ ഉണ്ടായിട്ടും അവളുടെ മുന്നിൽ വെച്ച് അവളെ വഴക്ക് പറയാറുണ്ടായിരുന്നു. അമ്മായിയമ്മയും അവളെ ഇഷ്ടം പോലെ വഴക്ക് പറയും. മാത്രമല്ല ഭർത്താവ് അവളെ അടിക്കാറുമുണ്ട്. അവൾക്ക് സഹിക്കാൻ കഴിയില്ലായിരുന്നു. പക്ഷെ എന്തു ചെയ്യാനാ? അവൾ 2 പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ പ്രയത്നിച്ചു. പിന്നീട് അവൾ സ്വന്തം വീട്ടിലേക്ക് പോയി. അവളുടെ സഹോദരിയുടെ അമ്മായിയമ്മ അവളെ വളരെ സഹായിക്കുകയുണ്ടായി. എന്നിട്ട് അവരെ ഞങ്ങളുടെ സത്സംഗത്തിലേക്ക് കൊണ്ടുവന്നു. അവൾ മനസ്സിലുള്ളതെല്ലാം തുറന്നു പറഞ്ഞുകൊണ്ടിരുന്നു. സത്സംഗിൽ പങ്കെടുത്ത ശേഷം താങ്കളുടെ പക്കൽ നിന്ന് ജ്ഞാനദീക്ഷ വാങ്ങിയ ശേഷം എനിക്ക് വളരെ സമാധാനം തോന്നുന്നു. ഞാൻ 2 പ്രാവശ്യം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതാണ്. എന്നാൽ ഇപ്പോൾ എനിക്ക് ധൈര്യമുണ്ടായിരിക്കുന്നു. മാത്രമല്ല ഞാനിപ്പോൾ എല്ലാവരോടും അതിശക്തമായി പറയാൻ ആരംഭിച്ചിരിക്കുന്നു, ഒരിക്കലും മറന്നുപോയിട്ട് പോലും ആത്മഹത്യയ്ക്ക് ശ്രമിക്കരുത് എന്ന്. അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല. നിങ്ങൾ രക്ഷപ്പെട്ടാലും നിങ്ങളെ രക്ഷിക്കാൻ എല്ലാവരും പ്രയത്നിക്കുമായിരിക്കാം. പക്ഷേ ജീവകാലം മുഴുവനും കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും എന്ന്. നിങ്ങളെക്കുറിച്ചുള്ള വിശ്വാസം ഭർതൃഗൃഹത്തിലുള്ള എല്ലാവർക്കും നഷ്ടപ്പെടാനും ഇടയാവും. എല്ലാവരും നിങ്ങളെ അവിശ്വാസത്തിന്റെ ദൃഷ്ടിയോടെയായിരിക്കും കാണുക. നിങ്ങൾക്കതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാവില്ല. നിങ്ങളോട് അവർക്ക് സ്നേഹം തോന്നില്ല. അതുകൊണ്ട് ഒരിക്കലും ഈ തെറ്റ് ചെയ്യരുത്. ആത്മഹത്യ ചെയ്യാൻ പാടില്ല. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാൻ നോക്കൂ. പക്ഷേ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങരുത്. സ്വന്തം വീട്ടിലേക്ക് പോവൂ. മാതാപിതാക്കളുടെ പക്കലേക്ക് പോകൂ. അവർ സ്വീകരിച്ചില്ലെങ്കിൽ ഏതെങ്കിലും മന്ദിരങ്ങളിലേക്ക് പോകൂ. സമാജ സേവകരുടെ അടുത്തേക്ക് പോകൂ. എവിടെയെങ്കിലും പോകൂ. അഭയം പ്രാപിക്കൂ. പക്ഷെ മരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കരുത്. ഇങ്ങനെ പല സ്ത്രീകളും ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് വന്ന ശേഷം അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമുണ്ടായി. അതുകൊണ്ട് ആത്മഹത്യ ചെയ്യരുത്. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, ഓപ്പൺ ചാലഞ്ച് ചെയ്യാറുണ്ട്, TV-യിലും പറയാറുണ്ട്. നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ, ആത്മഹത്യ ചെയ്യണമെന്ന് പലപ്പോഴും തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതിന് പ്രയത്നിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ വല്ലതും ചെയ്യുന്നതിന് മുൻപ് എന്നെ വന്ന് കാണൂ. ഒരു പ്രാവശ്യം എന്നെ വന്ന് കാണൂ. ഞാൻ അഹമ്മദാബാദിലുണ്ടാവും, മുംബൈയിലുണ്ടാവും, അല്ലെങ്കിൽ എവിടെയെങ്കിലും വന്ന് കാണാം. മുംബൈയിൽ ഞാൻ ദാദർ എന്ന സ്ഥലത്ത്, അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. കൂടാതെ അഹമ്മദാബാദിലാണെങ്കിൽ ഉസ്മാൻപൂരിലാണ് താമസിക്കുന്നത്. ഭഗവാന്റെ വലിയൊരു പ്രതിമയില്ലേ, അതേ ബിൽഡിങ്ങിലാണ് താമസിക്കുന്നത്. മമതാബാദ് സൊസൈറ്റിയിൽ 51 നമ്പർ ബിൽഡിങ്ങിലുണ്ടാവും. നിങ്ങൾക്ക് എവിടെയും വരാം. ഉസ്മാൻപൂരിലോ മമതാബാദിലോ ദാദാ ഭഗവാൻ ഫൗണ്ടേഷൻ എന്ന് ചോദിച്ചാൽ ആരെങ്കിലും നിങ്ങളെ നിരുമയുടെ അടുത്ത് കൊണ്ടുവരും. എന്നാൽ നിങ്ങൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ പാടില്ല. ഞാൻ മുംബൈയിലും വരാറുണ്ട്. മുംബൈയിലും അഹമ്മദാബാദിലും ഇവിടെയെല്ലാം വരാറുണ്ട്. സൗരാഷ്ട്രയിലും ഗുജറാത്തിലും ബാംഗ്ലൂരിലും എവിടെ പോയാലും എൻ്റെ പ്രോഗ്രാമിനെ കുറിച്ചുള്ള വിവരങ്ങൾ ന്യൂസ് പേപ്പറിൽ തീർച്ചയായും കാണാൻ സാധിക്കും. TV-ക്കാർ പറയാറില്ല, എന്നാൽ എപ്പോഴും പേപ്പറിൽ എഴുതാറുണ്ട്. എൻ്റെ പ്രോഗ്രാംസ് എല്ലാം വിശദ വിവരങ്ങളോടെ അതിൽ അച്ചടിച്ചിട്ടുണ്ടായിരിക്കും തീർച്ചയായും. സോ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും വിലാസം കണ്ടുപിടിച്ച് വന്നാൽ മാത്രം മതിയാവും. ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നതാണ്. അഥവാ അറ്റ്ലീസ്റ്റ് ഫോൺ ചെയ്ത് എന്നോട് സംസാരിക്കുകയെങ്കിലും ചെയ്യണം. എന്നോട് ചോദിക്കൂ, ഞാൻ എന്ത് ചെയ്യണം. ഇതൊന്നും ചെയ്യാൻ നിങ്ങൾക്ക് സമയവും സന്ദർഭവും ഇല്ലെങ്കിൽ എന്നോട് ടെലിഫോണിലൂടെ സംസാരിച്ചാലും മതിയാവും. ടെലിഫോണിലൂടെ സംസാരിച്ചാലും നിങ്ങൾക്ക് തീർച്ചയായും ഏതെങ്കിലും ഒരു വഴി കിട്ടാതെ പോവില്ല. എൻ്റെ മൊബൈൽ ടെലിഫോൺ നമ്പർ ഉണ്ട് 9825069690 9825069690. ആദ്യം ഈ നമ്പർ ട്രൈ ചെയ്യൂ. അതിനുശേഷം ആത്മഹത്യയ്ക്ക് പരിശ്രമിക്കൂ. ഇത് മാത്രമാണ് എൻ്റെ റിക്വസ്റ്റ്. ജയ് സച്ചിദാനന്ദ.